കെ ശ്രീമതിയോടുള്ള ഖേദ പ്രകടനം ഔദാര്യമെന്ന് ബി ഗോപാലകൃഷ്ണൻ. ഖേദം പ്രകടിപ്പിച്ചത് ശ്രീമതി കരഞ്ഞ സാഹചര്യത്തിൽ. സ്ത്രീയുടെ കണ്ണീരിന് തന്റെ രാഷ്ട്രീയത്തെക്കാൾ വിലയുണ്ട്. ഖേദ പ്രകടനത്തെ പൊലിപ്പിക്കുന്നവർക്ക് വിവരക്കേടെന്നും ഗോപാലകൃഷ്ണൻ. രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം ബിജെപിയുടെ ആദ്യ കോർ കമ്മിറ്റി യോഗം ഇന്ന്. പുതിയ നേതൃനിര സംബന്ധിച്ച ചർച്ചകൾ സുപ്രധാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തും. ആവേശം കഴിഞ്ഞപ്പോൾ എമ്പുരാനെ ചൊല്ലി സർവത്ര വിവാദം. ഉള്ളടക്കത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയ പോര്. വ്യാജ പതിപ്പ് പ്രചരിക്കുന്നതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി അണിയറ പ്രവർത്തകർ. സിനിമ ചോർന്നത് തമിഴ് വെബ്സൈറ്റിലൂടെ. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ ലഹരിവേട്ട. ഒമാനിൽ നിന്നെത്തിച്ച 140 ഗ്രാം MDMA പിടികൂടി. 3 പേർ അറസ്റ്റിൽ. MDMA കരിപ്പൂർ വഴി വിമാനമാർഗം കൊണ്ടുവന്നതെന്ന് പോലീസ്. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം വരുമോ? റിവിഷൻ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. കോടതിക്ക് മുന്നിലെത്തുന്നത് വിജിലൻസ് കോടതിയും സിംഗിൾ ബെഞ്ചും തള്ളിയ ആവശ്യം. തുരങ്കപാതയെ ചൊല്ലി വിഴിഞ്ഞത്തുകാർക്ക് ആശങ്ക വേണ്ടെന്ന മന്ത്രി VN വാസവൻ. തീരദേശത്തുള്ളവരുമായി ചർച്ച നടത്തും. തുറമുഖം യാഥാർത്ഥ്യമായത് വലിയ പ്രതിഷേധം അതിജീവിച്ചാണെന്നും തുറമുഖ മന്ത്രി ന്യൂസ് 18നോട്. കരുനാഗപ്പള്ളിയിലെ കൊലപാതകത്തിന്റെ കാരണം തേടി പോലീസ്. കൊട്ടേഷൻ കൊലപാതകമെന്ന് സ്ഥിരീകരണം. തൊടുപുഴ സ്വദേശി ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി ആഷിഖ് ജോൺസനെ ചോദ്യം ചെയ്തു. ഇന്ന് റമദാനിലെ അവസാന വെള്ളിയാഴ്ച. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും നമസ്കാരങ്ങളും. പെരുന്നാളിന് ഒരുങ്ങി വിശ്വാസികൾ. ജമ്മുകശ്മീരിലെ കഠ്വയിൽ 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. വെടിവെപ്പിൽ 3 സുരക്ഷാ സേനാംഗങ്ങൾ വീരമൃത്യു വരിച്ചു. കൂടുതൽ ഭീകരർ പ്രദേശത്തുള്ളതിനാൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഒരു ഏറ്റുമുട്ടലിന്റെ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഇവരുടെ ഒളിത്താവളം കണ്ടെത്തിയെന്ന രീതിയിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. അതെ ശ്രീജ, ഭീകരരെ സൈന്യം വളഞ്ഞു എന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ പ്രദേശത്ത് കോമ്പിംഗ് ഓപ്പറേഷൻ നടത്തുന്നുണ്ട് സുരക്ഷാ സേന. അത് ഇന്നലെ ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുകയായിരുന്നു. ഇന്നലെ രാവിലെ 8 മണിയോടുകൂടിയാണ് അത് ഏറ്റുമുട്ടലിലേക്ക് മാറിയത്. 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. തിരിച്ച് ഭീകരരുടെ വെടിവയ്പിൽ 3 പോലീസുകാർക്ക് വീരമൃത്യു വരിച്ചു. അതായത് ജമ്മു കശ്മീർ പോലീസിലെ ഒരു ഹെഡ് കോൺസ്റ്റബിൾ, 2 കോൺസ്റ്റബിൾമാർ എന്നിങ്ങനെ 3 പേരാണ് വീരമൃത്യു വരിച്ചത്. മറ്റ് 2 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ജമ്മുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുള്ള കട്വ ജില്ലയിലെ അന്താരാഷ്ട്ര പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന അന്താരാഷ്ട്ര അതിർത്തിയാണ്. അതിനോട് ചേർന്നുള്ള സന്യാൽ ഗ്രാമത്തിലാണ് ഭീകരരുടെ സാന്നിധ്യം ആദ്യം കാണുന്നത്. അവിടെ ഗ്രാമീണർ കാട്ടിലേക്ക് വിറക് ശേഖരിക്കാൻ പോയതാണ്. അവരാണ് ആദ്യം കാണുന്നത്. മാത്രമല്ല ഗ്രാമീണർ ചിലരെ ഇവർ ബന്ദിയാക്കാനുള്ള ശ്രമവും നടത്തി. തുടർന്ന് ഇവരാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർക്കായുള്ള തെരച്ചിൽ തുടരുകയായിരുന്നു. പക്ഷേ ഇന്നലെയാണ് അത് കണ്ടെത്തുന്നതും പിന്നീട് അത് ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുന്നതും. കാരണം ഇത് സമയമെടുക്കാനുള്ള അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ നീണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, മറ്റു മേഖലയെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് കശ്മീരിനെ അപേക്ഷിച്ച് ജമ്മുവിലെ ഈ പറയുന്ന കട്ടു ഉൾപ്പെടെയുള്ള മേഖലകൾ വനപ്രദേശമാണ്, നിബിഡ വനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാട്ടിൽ ഒളിക്കുന്ന പതിവുണ്ട്. പിന്നീട് തക്കം നോക്കി മറ്റു പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുന്നത് ഭീകരരുടെ പതിവാണ്. അങ്ങനെ അതിർത്തി മറികടന്ന് പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി മറികടന്നെത്തിയതാണ് ഇവർ. പ്രത്യേകിച്ച് മഞ്ഞുകാലം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവർ എന്ന് എത്തിയതാണെന്ന വിവരങ്ങൾ നമുക്ക് പറയാൻ സാധിക്കില്ല. സാധാരണഗതിയിൽ ഈ മഞ്ഞുകാലത്തിന്റെ ആനുകൂല്യം മുതലെടുത്താണ് ഈ ഭീകരർ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാറുള്ളത്. അത് തന്നെയായിരിക്കാം ഇക്കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലെത്തിയ ഭീകരർ പിന്നീട് ഏതാണ്ട് 30 കിലോമീറ്റർ അകലത്തേക്ക്, ഈ പറഞ്ഞ സന്യാൽ ഗ്രാമത്തിൽ നിന്ന് ഈ ഇന്നലെ ഏറ്റുമുട്ടൽ നടന്ന പ്രദേശം എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അവർ പിന്നീടും ഇന്ത്യക്ക് അകത്തേക്ക് 30 കിലോമീറ്റർ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവിടെയാണ് ഏറ്റുമുട്ടൽ നടന്നത്. ഏതായാലും
സുരക്ഷാ സേന പറയുന്നത് ഇവർ 3 പേരല്ല, അതിൽ വലിയ സംഘമാണ്, ഒരുപക്ഷെ 4-5 പേർ കൂടി ഇനിയും ആ സംഘത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വിവരമനുസരിച്ച് ഇവരെ വളഞ്ഞിട്ടുണ്ട് സുരക്ഷാ സേന. സാധാരണഗതിയിൽ ഇത്തരം വനമേഖലകളിലൊക്കെ തെരച്ചിൽ നടത്താറുള്ളത് പാരാ കമാൻഡോകളാണ്, അവർക്കാണ് ഇതിൽ വൈദഗ്ധ്യമുള്ളത്. അപ്പോൾ പാരാ കമാൻഡോകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജമ്മു കശ്മീർ പോലീസിൻ്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ തെരച്ചിൽ ഇവർക്കായുള്ള തെരച്ചിൽ തുറന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഒരു കാര്യം ശ്രദ്ധേയമാണ് ശ്രീജ, പ്രത്യേകിച്ച് സാധാരണഗതിയിൽ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് കശ്മീർ താഴ്വരയിലാണ് ഭീകരർ കൂടുതലായി സാന്നിധ്യം ഉണ്ടാവാറുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ വിന്യാസവും ആ പ്രദേശങ്ങളിലായിരുന്നു കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിലെ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് നോക്കുകയാണെങ്കിൽ ഏറ്റുമുട്ടൽ കൂടുതൽ നടന്നിട്ടുള്ളത് ജമ്മു മേഖലയിലാണ്. പ്രത്യേകിച്ച് പൂഞ്ചിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. റിയാസിയിൽ തീർത്ഥാടക സംഘത്തിന് നേരെ ആക്രമണമുണ്ടായി, ബസ്സിന് നേരെയാണ് അന്ന് ആക്രമണം ഉണ്ടായത്. അതിനുശേഷം തുടർച്ചയായി വരുന്ന പല ആക്രമണങ്ങളും ഏറ്റവും കൂടുതൽ ജമ്മു മേഖലയിലാണ്. അപ്പോൾ ഭീകരർ ജമ്മു കേന്ദ്രീകരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റുമുട്ടൽ എന്ന് അനുമാനിക്കാൻ. ശ്രീജ, ER രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത, ഔദ്യോഗിക വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ജസ്റ്റിസ് അഭയ സോഖ, ജസ്റ്റിസ് ഉജ്വൽ ഭോയാൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. കേസിൽ ആഭ്യന്തര സമിതിയുടെ അന്വേഷണം തുടരുകയാണ്. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹതയുടെ വിവരങ്ങൾ വരുന്നുണ്ട്. പോലീസ് അന്ന് ആരുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ നിന്ന് ഈ ചാക്കുകെട്ടുകൾ മാറ്റിയത്? അങ്ങനെയുള്ള പല സംശയങ്ങൾ വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത് കോടതിക്ക് മുന്നിലേക്ക് ഒരു FIR വേണം എന്നൊരു ആവശ്യം വരുമ്പോൾ അത് വളരെ ഗൗരവമേറിയ ഒരു ആവശ്യം കൂടിയല്ലേ? അതെ ശ്രീജ, FIR ഇട്ട് അന്വേഷിക്കണമെന്നാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. അഭിഭാഷകനായ മാത്യൂസ് നെടുമ്പാറ ഒപ്പം 3 പേർ കൂടി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം ബുധനാഴ്ച ഈ കേസ് കോടതി കൂടിയിരിക്കുന്ന സമയത്ത് നെടുമ്പാറ തന്നെയാണ് ഇക്കാര്യം ചീഫ് ജസ്റ്റിസ് CJI മുമ്പാകെ ഉന്നയിച്ചത്. തുടർന്നാണ് ഇന്നത്തേക്ക് ലിസ്റ്റ് ചെയ്യാമെന്ന് സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല ഈ ഹർജിക്കാർ, പ്രത്യേകിച്ച് നെടുമ്പാറയെ കൂടാതെ മറ്റ് 3 പേർ കൂടി ഹർജിക്കാരായുണ്ട്. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മറ്റേതെങ്കിലും വ്യക്തിയാണ്, ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവോ ആയിക്കോട്ടെ, ഈ സമയം തന്നെ ED വന്നിട്ടുണ്ടാകും, ഒപ്പം തന്നെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അവരുടെ വീടുകളിൽ പരിശോധന നടത്തിയിട്ടുണ്ടാകും. ഒരു ജഡ്ജി എന്ന ആനുകൂല്യം കൊണ്ടാണ് മറ്റ് നടപടികളിലേക്കൊന്നും തന്നെ പോകാത്തത്. അത് പാടില്ല എന്നാണ് ഈ ഹർജിക്കാർ അന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. മാത്രമല്ല ഈ ഹർജിയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 91 വിധിയുണ്ട്, പ്രത്യേകിച്ച് വീരസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അത് പ്രകാരം ഇത്തരത്തിൽ FIR അടക്കം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഹൈക്കോടതിയുടെയോ അല്ലെങ്കിൽ തന്നെ സുപ്രീം കോടതിയുടെ അനുമതി വേണം. അതിനെതിരെ ഒരു പരാമർശം കൂടി ഈ അപ്പീലിൽ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ കോടതി എന്തു പറയും എന്നുള്ളത് ഇന്ന് നിർണായകമാണ്. കാരണം ആഭ്യന്തര സമിതി ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഉത്തരവുണ്ടാകാൻ സാധ്യതയില്ല. ഒരുപക്ഷെ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകാം. കാരണം കോടതി തന്നെ വളരെ ഗൗരവമായി ഈ വിഷയത്തെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരാമർശങ്ങൾ കോടതി നടത്തിയേക്കാം. അതിനപ്പുറം ഒരു ഉത്തരവിലേക്ക് കോടതി പോകാൻ സാധ്യതയില്ല. കാരണം ആഭ്യന്തര അന്വേഷണം പൂർത്തിയാകട്ടെ, അവരുടെ റിപ്പോർട്ട് ലഭിക്കട്ടെ എന്ന നിലപാടായിരിക്കും കോടതി സ്വീകരിക്കുക. ഏതായാലും ഇന്ന് ഹർജി വരുന്നത് നിർണായകമായ കാര്യമാണ്. മറുവശത്ത് ആഭ്യന്തര സമിതിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ സമിതി കഴിഞ്ഞ ദിവസം യശ്വന്ത് വർമ്മയുടെ വീട്ടിലെത്തിയിരുന്നു. ഏതാണ്ട് 45 മിനിറ്റ് നേരം വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ തെളിവെടുപ്പൊക്കെ തന്നെ നടത്തിയിരുന്നു. പോലീസിന്റെ സംഘവും കഴിഞ്ഞ ദിവസം അവിടെ എത്തി തെളിവെടുപ്പ് പൂർത്തീകരിച്ചിരുന്നു. രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് റംസാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. വിശ്വാസികൾ മുഴുവൻ പ്രാർത്ഥനയിൽ മുഴുകുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളുണ്ട്, ചടങ്ങുകളുണ്ട്. ഇന്ന് പൊതുവെ ഇന്നത്തെ ദിവസം മുഴുവൻ പ്രാർത്ഥന നടത്താനാണ് വിശ്വാസികൾ ചെലവഴിക്കാറുള്ളത്. ആ ദിവസം മറ്റൊരു തരത്തിൽ കൂടി ലോകം ആചരിക്കുന്നുണ്ട്. അത് ഖുദ്സ് ദിനം എന്ന പേരിലാണ്. പലസ്തീനികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാനും പലസ്തീനിലെ സയനിസ്റ്റ് അധിനിവേശം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടാനുമുള്ള അന്താരാഷ്ട്ര ദിനമാണ് ഖുദ്സ് ദിനം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഖുദ്സ് ദിന റാലികൾ നടക്കും. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന, ഈ ഒരു സാഹചര്യം വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് വീണ്ടും ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. മരിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസം എന്ന വണ്ണം കൂടി വരുന്നു. 50,000 പേർ മരിച്ചു കഴിഞ്ഞു ഈ കാലയളവിൽ എന്ന വിവരങ്ങളൊക്കെ വരുന്നു. ഇതിനിടയിലാണ് ഹമാസിനെതിരെ തന്നെ പലസ്തീനിൽ നിന്ന് ശബ്ദമുയരുന്നത്. യുദ്ധം വേണ്ട, ജീവിക്കണം എന്നൊരാവശ്യം വരുന്നത്. ആ ദിവസത്തിലെത്തുന്ന ഖുദ്സ് ദിനം, ആ സമയത്തെത്തുന്ന ഖുദ്സ് ദിനം എന്ന നിലയ്ക്ക് എത്രത്തോളം പ്രസക്തമാണ് ഈ വർഷത്തെ ദിനാചരണം?
ശ്രീജ, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഹമാസിനെതിരെ വലിയ രീതിയിൽ ഫലസ്തീൻ ജനത ഹമാസിനെതിരെ രംഗത്തെത്തിയത്. ഹമാസ് വിട്ടുപോകണം, ഹമാസിലെ ഭീകരവാദികൾ എന്ന് തന്നെ പറഞ്ഞാണ്, മുദ്രാവാക്യം വിളിച്ചാണ് അവർ രംഗത്തെത്തിയത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഖുദ്സ് ദിനം ഈ വർഷത്തെ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത 1979 ആദ്യമായി ഖുദ്സ് ദിനം ആയി നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത്. അതായത് ഇറാൻ അധിനിവേശത്തിന് പിറകെ അന്നത്തെ നേതാവാണ് ഇത് പ്രഖ്യാപിക്കുന്നതും പിന്നീട് നിലവിൽ വരുന്നതും. 80-ലധികം രാജ്യങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ ഈ ഖുദ്സ് ദിനം ആചരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എല്ലായിടത്തും ഫലസ്തീൻ മുദ്രാവാക്യങ്ങൾ വിളിച്ച് റാലികൾ ഉണ്ടാകും. അത്തരം പരിപാടികളൊക്കെയാണ് സാധാരണ ഖുദ്സ് ദിനത്തിൽ ഉണ്ടാവാറ്. ഒപ്പം ഇറാൻ, UK, മുസ്ലിം രാജ്യങ്ങൾ, ഇസ്ലാം ഭരണ പ്രദേശങ്ങളിലും ഒപ്പം അല്ലാതെയുള്ള പ്രദേശങ്ങളിലും ഇന്ത്യയിലടക്കം റാലികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ അധിനിവേശം അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, കൂട്ടക്കുരുതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഇത്തവണ കൂടുതൽ ശക്തമായ രീതിയിലായിരിക്കും ഈ ഖുദ്സ് ദിനം ആചരിക്കുക എന്നാണ് കരുതപ്പെടുന്നത്. കൂടുതൽ ശക്തമായി മുദ്രാവാക്യം വിളികളുമായി ഫലസ്തീൻ അനുകൂലികൾ രംഗത്തെത്തും, അക്കാര്യം തീർച്ചയാണ്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹമാസിന് എതിരെ ഫലസ്തീൻ ജനത രംഗത്തെത്തിയ ഒരു സാഹചര്യത്തിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി കൂടി ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഫലസ്തീന് വേണ്ടി സംസാരിച്ച അല്ലെങ്കിൽ ഫലസ്തീൻ ജനതയ്ക്കൊപ്പം നിന്ന ഒരു വിഭാഗം ആയിരുന്നു ഹമാസ് ജനത, അങ്ങനെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഒരുപാട് ഒക്ടോബർ 7 ആക്രമണം മുതൽ ഒപ്പം തന്നെ ഫലസ്തീൻ ജനതയ്ക്കൊപ്പം നിന്ന ഹമാസ് ജനതയെ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് ഫലസ്തീൻ ജനത ഇന്നലെ രംഗത്തെത്തിയത്. പക്ഷെ അതിൽ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടിയുമില്ല. ഈ ഘട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു മറുപടി ഉണ്ടാകും എന്ന് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഈ ഖുദ്സ് ദിനത്തിന്റെ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികൾക്കിടയിൽ ഈ ജെറുസലേമും അതുപോലെ അലക്സ പള്ളിയും ഒക്കെ ഏറെ പ്രധാനപ്പെട്ടതാണ്, ഏറെ വിശേഷപ്പെട്ട ഒരു പള്ളിയും സ്ഥലവുമൊക്കെയാണ്. ഇത് ആദ്യഘട്ടത്തിൽ ആദ്യകാലങ്ങളിലൊക്കെ ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് അൽ ഖുദ്സ് അതുപോലെ യെറുശലേം എന്നൊക്കെ ഉള്ള പദങ്ങൾ കൊണ്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതായത് സമാധാനത്തിന്റെ പട്ടണം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പക്ഷെ അവിടെ ഒരു കാലത്തും സമാധാനമല്ല കാണാൻ ഇടയായിരുന്നത്, അതൊക്കെ നമുക്ക് വ്യക്തമാണ്. എന്തായാലും അന്ന് അറിയപ്പെട്ടിരുന്ന ആ ഒരു പേര് അൽ ഖുദ്സ്, അത് തന്നെയാണ് ഈ ദിനത്തിന് നൽകിയ പേരും. അൽ ഖുദ്സിന് വേണ്ടിയുള്ള ഒരു ദിനം, ഈ അധിനിവേശങ്ങൾക്കെതിരായി ശബ്ദമുയർത്തേണ്ട, ഈ പാവപ്പെട്ട ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തപ്പെടേണ്ട ഒരു ദിവസം, അങ്ങനെയാണ് ആചരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ റാലികൾ, വിവിധ ലോകരാജ്യങ്ങളിൽ നിന്ന് ഇത്തരം റാലികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മറ്റു വാർത്തകളിലേക്ക് പോകാം. നമുക്ക് BJPയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഇന്ന് നടക്കുന്നുണ്ട്. അത് BJPക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്ന ശേഷമുള്ള കോർ കമ്മിറ്റി യോഗമാണ്. ഭാരവാഹി തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിനായി BJPയുടെ കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നു. BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് പിന്നാലെ പുതിയ ടീം ഉടൻ ചുമതലയേൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, നിലവിലുള്ള സംസ്ഥാന തലത്തിലെ ഭാരവാഹികളൊക്കെ മാറേണ്ടതുണ്ട്. അത് ജനറൽ സെക്രട്ടറിമാർ തൊട്ട് ജില്ലാധ്യക്ഷന്മാരുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു തീരുമാനമായിട്ടുള്ളത്. അപ്പോൾ പുതിയ ടീം വരണം. ആ ടീം ഏത് തരത്തിൽ പ്രവർത്തിക്കും? കാരണം അവർക്ക് തൊട്ട് മുന്നിലുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അഭിമാന പ്രശ്നമാണ് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ഈ വരവിന് ശേഷമുള്ള ആദ്യത്തെ അസൈൻമെന്റ് എന്ന നിലയ്ക്ക്. അപ്പോൾ ഇന്നത്തെ യോഗം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്ന ശേഷമുള്ള ആദ്യ ഔദ്യോഗിക കോർ കമ്മിറ്റി യോഗമാണ്. കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റി അംഗങ്ങൾ രാജീവ് ചന്ദ്രശേഖറുമായി സംസാരിച്ചിരുന്നു. തലസ്ഥാനത്തുള്ള കോർ കമ്മിറ്റി അംഗങ്ങൾ സംസാരിച്ചിരുന്നു. അതിനുശേഷം പക്ഷേ ഇത്തരത്തിൽ വിപുലമായ ഒരു കോർ കമ്മിറ്റി യോഗത്തിലേക്ക് പോകുന്നത് ആദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ആരാണ് ടീം രാജീവ് ചന്ദ്രശേഖർ? രാജീവ് ചന്ദ്രശേഖറിന്റെ ഒപ്പം നിന്ന് BJPയെ സംസ്ഥാനം നയിക്കേണ്ട സഹഭാരവാഹികൾ ആരൊക്കെയാണ്? വൈസ് പ്രസിഡന്റുമാരെ തീരുമാനിക്കണം, ജനറൽ സെക്രട്ടറിമാരെയും സെക്രട്ടറിമാരെ തീരുമാനിക്കണം. അത്തരത്തിലുള്ള ടീം രൂപീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. തലസ്ഥാനം കേന്ദ്രീകരിച്ച് സംസ്ഥാന അധ്യക്ഷനൊപ്പം പ്രവർത്തിക്കാൻ തക്ക കഴിവുള്ള, പ്രാപ്തിയുള്ള ജനറൽ സെക്രട്ടറി വേണമെന്ന് നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. അത്തരം ആളുകൾ തനിക്കൊപ്പം ഉണ്ടായിരുന്ന പരാതി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ആരാകും? അത്തരം സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയായി RSS ആരെയാണ് നൽകുന്നത് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഘടനാപരമായി തീരുമാനിക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ
തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്. തിരുവനന്തപുരം നഗരസഭ പിടിക്കണമെന്ന അവരുടെ എക്കാലത്തെ വലിയ മോഹമുണ്ട്. പാലക്കാട് നിലനിർത്തണം, പന്തളം നിലനിർത്തണം. മറ്റു പലയിടങ്ങളിലും BJP സംഘടനവരെ മെച്ചപ്പെടുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു ഭരണത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ ചർച്ചയാകണം. അത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകും. ശ്രീജ. വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കഴിഞ്ഞ ദിവസമാണ് CPM നേതാവ് PK ശ്രീമതിയോട് മുൻപ് നടത്തിയൊരു പരാമർശത്തിന്റെ പേരിൽ BJP നേതാവ് B ഗോപാലകൃഷ്ണൻ ഒരു ഖേദപ്രകടനം നടത്തിയത്. ആ ഖേദപ്രകടനം വലിയ വാർത്തയൊക്കെയായി, ചർച്ചയൊക്കെയായി. അതിനു പിന്നാലെ ശ്രീമതിയോടുള്ള തന്റെ ഖേദപ്രകടനം വെറും ഔദാര്യമാണെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ പറയുന്നു. കണ്ണൂരിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിൽ ശ്രീമതി കരഞ്ഞപ്പോഴാണ് ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായത്. ഒരു സ്ത്രീയുടെ കണ്ണീരിന് തന്റെ രാഷ്ട്രീയത്തെക്കാൾ വില ഉള്ളതുകൊണ്ടായിരുന്നു ഖേദപ്രകടനം. ആരും പറയിപ്പിച്ചതോ ആവശ്യപ്പെട്ടതോ അല്ല. അതൊന്നും അറിയാത്തവർ വെറുതെ പൊലിപ്പിച്ച് വിവരക്കേട് പറയുകയാണെന്നും B ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കോട്ടയം മുത്തോലി പഞ്ചായത്തിലെ UD ക്ലർക്കിനെ കാണാനില്ലെന്ന് പരാതി. പഞ്ചായത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഇന്നലെ വീട്ടിൽ നിന്നിറങ്ങിയ UD ക്ലർക്ക് ബിസ്മിയെയാണ് കാണാതായത്. രാവിലെ 10:30 വീടിനടുത്ത് നിന്ന് ബസ്സിൽ കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ News 18 ലഭിച്ചു. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇന്നലെ രാവിലെ 10 മണിക്ക്, അപ്പം ഏതാണ്ട് 24 മണിക്കൂർ ആകുന്നു ബിസ്മി എവിടെ എന്ന വിവരങ്ങൾ ഇല്ലാതായിട്ട്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്നലെ രാവിലെ 10:30 ബിസ്മി അവസാനമായി ഫലത്തിൽ കാണുന്നത്. അതായത് ഒരു CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അകലക്കുന്നം പഞ്ചായത്തിലാണ് ബിസ്മിയും കുടുംബവും താമസിക്കുന്നത്. അവിടെ ബസ് സ്റ്റോപ്പിലേക്ക് ബിസ്മി എത്തുന്നുണ്ട്. അതിനുശേഷം തൊട്ടടുത്ത ബസ്സിൽ പതിവായി പോകുന്ന പാലാ ബസ്സിലേക്ക് കയറുന്നതും കാണാം. പിന്നീട് എവിടെ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. എന്തായാലും ഇന്നലെ പതിവ് പോലെ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയി എന്നാണ് ബിസ്മി പറയുന്നത്. പക്ഷേ പഞ്ചായത്ത് ഓഫീസിലേക്ക് വൈകുന്നേരം ബിസ്മിയെ കാണാതായതോടെ വൈകുന്നേരം ഭർത്താവ് അന്വേഷിച്ചെത്തുകയായിരുന്നു. അപ്പോഴാണ് ബിസ്മി ഓഫീസിലെത്തിയിട്ടില്ല എന്ന വിവരം ഭർത്താവിനെ ബോധ്യപ്പെടുന്നത്. തുടർന്ന് മുത്തോലി പഞ്ചായത്ത് അധികൃതരും ബിസ്മിയുടെ ഭർത്താവും എല്ലാം ചേർന്ന് പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടുണ്ട്. പള്ളിക്കത്തോട് പോലീസ് അന്വേഷിച്ച് വരികയാണ്. ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് സൂചന നൽകുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ എന്താണ് പിന്നീട് സംഭവിച്ചത് എന്നത് അന്തിമമായി വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പരമാവധി CCTVകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തുകയാണ് പോലീസ്. ഇപ്പോൾ അന്വേഷണം നടക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ഒരു സ്വകാര്യതയൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല എന്നാണ് പള്ളിക്കത്തോട് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ബിസ്മിയെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ്. 41 വയസ്സാണ് ബിസ്മിക്കുള്ളത്. എവിടെ ആണ് എന്നത് കണ്ടുപിടിക്കാൻ ശ്രമം തുടരുന്നു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മുത്തോലി പഞ്ചായത്തിലെ UD ക്ലർക്കായ ബിസ്മിയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായിട്ടുള്ളത്. ബിസ്മിക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. മറ്റൊരു വാർത്ത കൂടി ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. അത് കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. മൊബൈൽ ഫോണാണ് ഈ സംഭവത്തിലെ പ്രധാനപ്പെട്ട തെളിവ്. വിവരങ്ങളുമായി ശ്രീജിത്ത് തന്നെയുണ്ട്. ശ്രീജിത്ത്, ദൃശ്യങ്ങളെല്ലാം ഉണ്ട്. ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ 5 സീനിയർ വിദ്യാർത്ഥികൾ പ്രതികളായിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രമായിരിക്കില്ലേ? തീർച്ചയായും അതിനപ്പുറത്തേക്ക് മറ്റാരെങ്കിലും പ്രതികളാകുന്നില്ല. കൂടുതൽ ആളുകളിലേക്കുള്ള ആരോപണങ്ങളൊക്കെ ഇപ്പോൾ പ്രിൻസിപ്പൾ, ഒപ്പം തന്നെ ഹോസ്റ്റൽ വാർഡൻ, അവർക്കെതിരെയൊക്കെ കേസെടുക്കണം എന്ന ആരോപണങ്ങളും വലിയ പ്രതിപക്ഷ പ്രതിഷേധവുമൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അവർക്കൊന്നും ഇതുമായി ബന്ധമില്ല എന്നാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാനമായും ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ആ മൊബൈൽ ഫോൺ തന്നെ നേരത്തെ തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ ഫോൺ ഉൾപ്പെടെ ഏതാണ്ട് 32ഓളം രേഖകളും ഈ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. 40ഓളം സാക്ഷികളാണുള്ളത്. ഇതിൽ ഈ പരാതിക്കാരനായ വിദ്യാർത്ഥി ഒഴികെയുള്ള മറ്റ് 5 പേർ കൂടി ഇത്തരം റാഗിങ്ങിന് ഇരയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അവർ 5 പേരും പ്രധാന സാക്ഷികളാക്കിക്കൊണ്ടുള്ള കുറ്റപത്രമായിരിക്കും സമർപ്പിക്കുക. ഇന്നേതാണ്ട് ഉച്ചയ്ക്ക് മുന്നോടിയായി തന്നെ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുക. 45 ദിവസമായിട്ടുള്ളൂ. പോലീസിന് കൂടുതൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തേണ്ടി വന്നില്ല ഈ കേസിൽ. കാരണം തെളിവുകളുണ്ടായിരുന്നു, പ്രതികളെ വേഗം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതികളെ സംബന്ധിച്ച് ഇതുവരെ അവർക്ക് വിചാരണ കോടതിയിൽ നിന്നോ അതല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നോ ഒന്നും തന്നെ ജാമ്യം ലഭിച്ചിരുന്നില്ല. കുറ്റപത്രം സമർപ്പിച്ച ശേഷം വിചാരണ കോടതിയെ സമീപിക്കാനാണ് ഹൈക്കോടതി പ്രതികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്വാഭാവികമായും ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുന്നതുകൊണ്ട് തന്നെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന നിലയിലേക്ക് മുന്നോട്ട് പോകാനും ഇത് ഗുണകരമാകുന്നുണ്ട്. ശ്രീജിത്ത്
കോട്ടയത്ത് നിന്ന്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയിരുന്നു. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള റിവിഷൻ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. എക്സലോജിക് CMRL ഇടപാടിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും നേരത്തെ ഈ ആവശ്യം തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് ഇത് ഡിവിഷൻ ബെഞ്ചിന് മുന്നിലേക്ക് റിവിഷൻ ഹർജി എത്തുന്നത്. കൊടകര കുഴൽപ്പണ കേസിൽ BJPയെ വെള്ളപൂശി കുറ്റപത്രം സമർപ്പിച്ചതിനെതിരെ കൊച്ചിയിലെ ED ആസ്ഥാനത്തേക്ക് ഇന്ന് CPMന്റെ പ്രതിഷേധ മാർച്ച്. കേസിൽ BJP ബന്ധം വ്യക്തമാക്കുന്ന പോലീസ് റിപ്പോർട്ട് അട്ടിമറിച്ചാണ് BJPയെ സംരക്ഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചതെന്നാണ് ആരോപണം. വിഴിഞ്ഞം തുറമുഖത്തെ തുരങ്കപാത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രാദേശിക പ്രതിഷേധങ്ങൾക്ക് പരിഹാരം കാണാൻ ഇടപെടലുമായി സർക്കാർ. തീരദേശവാസികളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് മാത്രമേ തുരങ്കപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കുകയുള്ളൂ എന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇതിലും വലിയ പ്രതിഷേധങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് തുറമുഖം യാഥാർത്ഥ്യമാക്കാനായതെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന തുരങ്കപാത നിർമ്മാണ പദ്ധതിക്കായി ബാലരാമപുരം, പള്ളിച്ചൽ, അതിയന്നൂർ വില്ലേജുകളിൽ ഉൾപ്പെട്ട 5.523 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടൽ. നിലവിൽ പുരോഗമിക്കുന്ന ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കാൻ 198 കോടി രൂപയുടെ ചെലവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇതുവരെ ഔദ്യോഗികമായി സർക്കാർ നിർമ്മാണ കമ്പനികളുമായി കരാർ ഏർപ്പെട്ടിട്ടില്ല. അതിനിടെയാണ് കോട്ടപ്പുറം സെന്റ് മേരീസ് ദേവാലയ പരിസരവും 3 സ്കൂളുകളും 500 കുടുംബങ്ങളും താമസിക്കുന്ന സ്ഥലം DPRൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരം പുറത്തായത്. പ്രദേശവാസികൾ പ്രതിഷേധം കടുപ്പിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ന്യൂസ് 18നോട് നിലപാട് വ്യക്തമാക്കിയത്. അവരുന്നയിച്ച പ്രശ്നങ്ങളൊക്കെ തന്നെ കേട്ട് സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ആശുപത്രി വെക്കുന്ന കാര്യങ്ങൾ,
അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ സ്കീം, പ്ലേ ഗ്രൗണ്ട്, ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധിച്ച് ആ ഫിഷർമെൻ ഇതിലുണ്ടാകുന്ന ആഹാരങ്ങൾ അവരെ സഹായിക്കുന്ന എല്ലാ നടപടി സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പള്ളിയുടെ കാര്യത്തെ സംബന്ധിച്ചോളം ഇപ്പോൾ ഇതുവരെ അവർ അത്തരത്തിലുള്ള ഒരു കുരിശു മാറ്റുന്ന പ്രശ്നമാണ് ഇപ്പോൾ അവസാനമായി വന്നു നിൽക്കുന്നത്. അത് സംബന്ധിച്ച് അവർ വലിയ തർക്കമല്ല, അവർക്ക് അല്പം കൂടി സ്പേസ് കിട്ടണമെന്നൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് സംബന്ധിച്ചൊരു നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും സമന്വയത്തിന്റെ മാർഗത്തിൽ തീർക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ. പൊതുവെ അവരെല്ലാ കാര്യത്തിലും നന്നായി സഹകരിക്കുകയും സഹായിക്കുകയും ഒപ്പം ഈ പ്രോജക്റ്റ് വേണമെന്നുള്ള നിലപാടിലാണ് ഒരു പൊതുവിൽ ഉറച്ചു നിൽക്കുന്നത്. തുറമുഖ പദ്ധതിക്കെതിരെ ഉയർന്ന ഇതിലും വലിയ പ്രതിഷേധങ്ങൾക്ക് പരിഹാരം കാണാനായതിന്റെ ആത്മവിശ്വാസവുമായാണ് തുരങ്കപാത നിർമ്മാണവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ വന്നിട്ടുള്ള എതിർപ്പുകളൊക്കെ തന്നെ ഞങ്ങൾ വളരെ സഹിഷ്ണുതയോടെയും സമീപനത്തോടെയും സമയത്തയോടെയും അവരെ സമീപിച്ച് സംസാരിച്ച് സെറ്റിൽ ചെയ്തു പോകുന്ന സ്ഥിതിയാണുള്ളത്. മുമ്പ് നിങ്ങൾ കണ്ടതാണ്, വലിയ മലവെള്ളപ്പാച്ചിൽ പോലെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇറങ്ങി വന്നതും ഗവൺമെന്റ് വളരെ സഹിഷ്ണുതയോടെയും സമീപനത്തോടെയും ആ വിഷയങ്ങൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോയപ്പോൾ അതെല്ലാം തീർന്ന് അവർക്ക് കൊടുക്കാനുള്ള പൈസ 2700 പേരുടെ നമ്മുടെ ജീവനോപാധി നമ്മൾ ആദ്യം കൊടുത്തു. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീണ്ടും ഏതാണ്ട് 876 ലക്ഷം രൂപ ഈ അടുത്ത ദിവസം വിഴിഞ്ഞത്ത് ഞാനും ബഹുമാനായ ഫിഷറീസ് മന്ത്രിയും കൂടെ പോയി കൊടുക്കുകയുണ്ടായി. അവിടെ അതോടുകൂടി വന്ന ആദ്യഘട്ടങ്ങളിലെ ഡിമാൻഡുകൾ ഏതാണ്ട് നല്ല രൂപത്തിൽ പരിഹരിക്കപ്പെട്ടു. ഇനി അവശേഷിക്കുന്ന ഞങ്ങൾ പരിശോധിക്കാമെന്ന് പറഞ്ഞു. 2028 ഡിസംബറിന് മുൻപായി റെയിൽപാത യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മലപ്പുറം തിരൂരിൽ വൻ ലഹരിവേട്ട. ഒമാനിൽ നിന്നെത്തിച്ച 140 ഗ്രാം MDMA-യുമായി 3 പേരെ പോലീസ് പിടികൂടി. വിവരങ്ങളുമായി VK ജിഷാദ്, എവിടെ നിന്ന് എത്തിച്ചതാണ് ഈ MDMA? രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. എന്താണ് വിവരങ്ങൾ? മലപ്പുറം തിരൂരിലാണ് ഇന്നലെ രാത്രിയിൽ 140 ഗ്രാം MDMA പിടികൂടുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആനമങ്ങാട് സ്വദേശി ഹൈദരാലി, അതുപോലെ വേങ്ങര സ്വദേശി മുഹമ്മദ് കബീർ, അതുപോലെ തന്നെ തിരൂരങ്ങാടി സ്വദേശി സൈനാർ എന്നിവരെയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥിന്റെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ ഡാൻസ് സംഘം പിടികൂടുന്നത്. ഇവർ ഒമാനിൽ നിന്ന് മുംബൈയിലെ എയർപോർട്ട് വഴി എത്തി ട്രെയിൻ മാർഗമായിരുന്നു തിരൂരിൽ എത്തിയത്. ഈ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ജാഗ്രത പാലിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഇറങ്ങിയ പാട് തന്നെ ഇവരെ പിടികൂടുകയായിരുന്നു. ശരി, VK ജിഷാദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. കൊല്ലം കൊട്ടാരക്കരയിൽ മദ്യപിച്ച് വാഹനമോടിച്ച KSRTC ഡ്രൈവറെ പോലീസ് പിടികൂടി. കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് മൂകാംബികയിലേക്ക് യാത്ര തിരിച്ച ബസ്സിലെ ഡ്രൈവർ അഭിലാഷിനെയാണ് പോലീസ് പിടികൂടിയത്. യാത്രക്കാരുമായി സ്റ്റാൻഡിൽ നിന്ന് അലക്ഷ്യമായി വാഹനമോടിച്ചതോടെ യാത്രക്കാർ ബസ് നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ച ശേഷം മറ്റൊരു ബസ്സിൽ യാത്രക്കാരെ കയറ്റിവിട്ടു. മറ്റൊരു ഡ്രൈവറുമായായിരുന്നു പോലീസ് സംഘം 1 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്ക് എത്തിയത്. തുടർന്നാണ് ഈ ഡ്രൈവറെ അഭിലാഷിനെ കസ്റ്റഡിയിലെടുത്തത്. കരുനാഗപ്പള്ളി വവ്വാക്കാവിൽ ഗുണ്ടാ സംഘത്തിന് വെട്ടേറ്റ് ചികിത്സയിൽ കഴിയുന്ന അനീറിന്റെ വിശദമായ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. തനിക്ക് മുൻപരിചയമുള്ള അലുവ അതുലാണ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് അനീർ മൊഴി നൽകിയിരുന്നു. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, ഈ അനീറിനെ ആക്രമിച്ചവരുടെ വിവരങ്ങൾ കിട്ടുന്നത് അതിന് തൊട്ടു മുൻപുണ്ടായ ആ കൊലപാതക കേസിൽ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ അനീറിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ എന്താണ്? പോലീസ് എങ്ങനെയാണ് ഈ മൊഴിയെ കാണുന്നത്? ശ്രീജ, കഴിഞ്ഞ ദിവസം വെട്ടേറ്റ് ചികിത്സയിൽ കഴിയുന്ന അനീറിന്റെ മൊഴിയാണ് പോലീസ് ഇന്ന് വിശദമായി രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം ഓച്ചിറ പോലീസ് അനീറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അനീർ വയ്യാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. അനീറിന്റെ മൊഴിയിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. തനിക്ക് മുൻപരിചയമുള്ള അലുവ അതുലാണ് തന്നെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോൾ അലുവ
ആണ് ഈ ഒരു കുറ്റകൃത്യം നടത്തിയത് എന്നുള്ളതിന്റെ ഒരു സൂചനകളാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടത് കാര്യം, ആലുവ അതുൽ തന്നെ ഉപദ്രവിച്ച അല്ലെങ്കിൽ തന്നെ വകവരുത്താൻ ശ്രമിച്ച രീതിയും ഈ അനീർ പോലീസിന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാരകായുധം ഉപയോഗിച്ച് കാലിൽ അടിച്ചു എന്നാണ് മൊഴിയിൽ പറയുന്നത്. സമാനമായ കുറ്റകൃത്യമാണ് അതായത് സന്തോഷിനും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ആവർത്തിക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്കിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് വിശദമായിട്ടുള്ള മൊഴി ഇനി രേഖപ്പെടുത്തും. അതായത് കരുനാഗപ്പള്ളി അന്വേഷണ സംഘം, പുതിയ അന്വേഷണ സംഘം 18 അംഗങ്ങളടങ്ങുന്ന അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് ഇനി നടക്കുക. അവർ ഇന്ന് അനീറിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തും. കൂടുതൽ വ്യക്തത ഇതിൽ വരാനുണ്ട്. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരാളുടെ പേര് കൂടി പറയുന്നുണ്ട്, പങ്കജ് എന്നാണ്. ഈ പങ്കജ് ഗുണ്ടാ സംഘമാണ്. പങ്കജിന്റെ വീട് ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഈ അനീർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനകത്തും അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സന്തോഷും അനീറും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു എന്ന് ഉള്ളതിന്റെ ചില സൂചനകളാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. പോലീസ് ആ ഒരു കാര്യത്തിലും കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും വരും സമയങ്ങളിൽ തന്നെ കൂടുതൽ വ്യക്തത ഈ ഒരു കേസിൽ വരാനിരിക്കുന്നു. കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നു. ഇതിന്റെ മൊഴി കൂടുതൽ വ്യക്തത വരാനുമുണ്ട്. അപ്പോൾ വിശദമായിട്ടുള്ള മൊഴി തന്നെയാണ് ഇന്ന് പോലീസ് രേഖപ്പെടുത്താനിരിക്കുന്നതും. എന്തായാലും ശ്രീജ, ഇതിന്റെ അന്വേഷണത്തിൽ കൂടുതൽ നിർണായകമാകുന്നത് ഈ CCTV ദൃശ്യങ്ങളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ പ്രതികളെ പോലീസ് പിടികൂടാൻ സാധിക്കാതെ ഇരുന്നതിനെ കുറിച്ച് കൂടുതൽ പോലീസിനെതിരെ കൂടുതൽ എന്താ പറയാ ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പോലീസിന്റെ മൂക്കിന്റെ തുമ്പിൽ നിന്നും ഈ പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായതെന്നുള്ള ഒരു വലിയൊരു വിമർശനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്താ ആ ഒരു സാഹചര്യം കണക്കിലെടുക്കെയാണ് ഇപ്പോൾ പുതിയ അന്വേഷണ സംഘത്തെയൊക്കെ രൂപീകരിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്. എന്തായാലും വരും സമയങ്ങളിൽ തന്നെ നമുക്ക് ഇതിന്റെ കൂടുതൽ വ്യക്തത വരും. ഉടൻ തന്നെ പ്രതികൾ വലയിലാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ജില്ലാ അതിർത്തികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ആലപ്പുഴയും കൊല്ലവും ജില്ലാ അതിർത്തിയിൽ കൂടുതൽ സ്ക്വാഡുകൾ രൂപീകരിച്ച് വിശദമായിട്ടുള്ള പരിശോധനകൾ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാർ ഉപേക്ഷിച്ച സ്ഥലത്തെ കൂടുതൽ വീടുകളിലായിട്ട് പോലീസ് അരിച്ചുപറച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇവർ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവരുടെ സുഹൃത്തുക്കൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇവരെ കുറിച്ച് യാതൊരു തുമ്പും ഇതുവരെയും, അതായത് പ്രതികളെ കുറിച്ച് യാതൊരു തുമ്പും പോലീസിന് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഉടൻ തന്നെ ഇത് ലഭ്യമാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശ്രീജ, ശരി. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ പ്രതി ആഷിഖ് ജോൺസനെ ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനിടെ ബിജുവിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തിരുന്നു. ബിജുവിന്റെ കൈയിലും കാലിലും കുത്തി മുറിവേൽപ്പിച്ചെന്ന് പ്രതി ആഷിഖ് ജോൺസൺ മൊഴി നൽകിയിട്ടുണ്ട്. PA സാഗർ വിവരങ്ങളുമായി. സാഗർ, ഈ ക്രൂരമായ പീഡനത്തിന് കാര്യം സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നെങ്കിലും അതിക്രൂരമായി പീഡിപ്പിച്ച ശേഷമാണ് ആ കൊലപാതകം ഉള്ളത് എന്നാണോ ഈ മൊഴിയിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അത്തരത്തിലൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ കൊല്ലപ്പെട്ട ബിജു ജോസഫിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷമാണ് ഇവർ കൊലപ്പെടുത്തിയതെന്ന് വേണം മനസ്സിലാക്കുവാൻ. ഇന്നലെ ഈ ഇതിലൊരു പ്രതിയായ ആഷിഖ് ജോൺസിനെ തെളിവെടുപ്പ് നടത്തിയത്. ഈ തെളിവെടുപ്പിൽ ഈ കൊല്ലപ്പെട്ട ബിജുവിനെ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തി. ഈ രണ്ടാം പ്രതി ആഷിഖ് ജോൺസുമായി നടത്തിയ തെളിവെടുപ്പിലാണ് ഇതിലൊരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഈ ബിജു കൊലക്കേസിലെ രണ്ടാം പ്രതിയായ ആഷിഖ് ജോൺസിന്റെ അറസ്റ്റ് ഇന്നലെയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ഇയാൾ കാപ്പ കേസിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലായിരുന്നു. ഈ ആഷിഖ് ഇന്നലെ തൊടുപുഴ പോലീസ് എത്തി വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് തൊടുപുഴയ്ക്ക് കൊണ്ടുവന്നതും മൊഴിയെടുക്കലും ചോദ്യം ചെയ്യലും തുടർന്നതും ഇയാളെ ബിജുവിന്റെ മൃതദേഹത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ബിജുവിന്റെ മൃതദേഹത്തിൽ മുറിവുകൾ കണ്ടിരുന്നു. ഈ മുറിവുകളെ പറ്റി അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ബിജുവിന്റെ കൈയിലും കാലിലും കുത്തിയതായി ആഷിഖ് ജോൺസൺ സമ്മതിച്ചത്. തുടർന്ന് ഈ ബിജു കൊല്ലപ്പെട്ട കലേന്താനിയിലെ കേറ്ററിംഗ് സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ എത്തിച്ച് ആഷിഖ് ജോൺസൺ എന്ന തെളിവെടുപ്പ് നടത്തി. ഈ തെളിവെടുപ്പിലാണ് ബിജുവിനെ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തിയത്. ഈ കത്തിയിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. കത്തി ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ പ്രതികളായ ആഷിഖും മുഹമ്മദ് അസ്ലമും ചേർന്ന് നടത്തിയ മർദ്ദനവും ബിജു ജോസഫിന്റെ മരണത്തിന് കാരണമായിട്ടുണ്ട്. ഒറ്റയ്ക്കും മറ്റും പ്രതികൾക്കൊപ്പം ഇരുത്തിയും ഈ ആഷിഖിനെ ചോദ്യം ചെയ്യൽ തുടരും. മറ്റു പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. അവരെ കോടതിയിൽ ഹാജരാക്കും. ആഷിഖിനെ ചോദ്യം ചെയ്യൽ തെളിവെടുപ്പും ഇന്നും നാളെയും തുടരും. ശ്രീജ, ശരി. സാഗറാണ് വിവരങ്ങൾ നൽകിയത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ
പൂച്ച മാന്തിയെത്തിയ രോഗിക്ക് ചികിത്സ നൽകാതെ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചതിനെ ചോദ്യം ചെയ്ത HMC മെമ്പറെ ആശുപത്രി ജീവനക്കാർ കയ്യേറ്റം ചെയ്തെന്ന് പരാതി. ചികിത്സ നിഷേധിക്കപ്പെട്ട രോഗിയും HMC അംഗവും മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വന്ദന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ആരോഗ്യമേഖലയിൽ നിലവിൽ വന്ന പ്രൊട്ടക്ഷൻ ആക്ട് പുനലൂർ താലൂക്ക് ആശുപത്രി ജീവനക്കാർ ദുരുപയോഗിക്കുന്നു എന്നാണ് പരാതി. ചികിത്സാ നിഷേധമടക്കം ചോദ്യം ചെയ്താൽ ഈ വകുപ്പ് ചേർത്ത് കേസിൽപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ആശുപത്രി HMC അംഗം രാജേഷ് ചാലിയക്കരയാണ് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയത്. ഈ ആശുപത്രിയിലെ എല്ലാ ജീവനക്കാരും ഇല്ല, ചില ജീവനക്കാർ ഈ ആശുപത്രിയെ തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിച്ചു പോരുന്നത്. കഴിഞ്ഞ ദിവസം HMC മെമ്പർ എന്ന നിലയിൽ എനിക്കുണ്ടായ ഒരു ദുരനുഭവം, ഒരു കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യന്റിന്റെ ഒരു ആവശ്യമായി ഞാൻ ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ഒപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നിട്ട് പോലും ആശുപത്രിയിലെ ഡോക്ടറുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അവിടുത്തെ നേഴ്സുമാർ, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സുമാർ ഉൾപ്പെടെ ഈ പ്രൊട്ടക്ഷൻ ആക്ട് നിലനിൽക്കുന്ന ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ആളുകളെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് അവരെ കൊണ്ട് അകാരണമായി കേസിൽ പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വളരെ മോശമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം, അത്തരത്തിൽ ഒരു അനുഭവം എനിക്ക് കഴിഞ്ഞ ദിവസം നേരിടേണ്ടി വന്നു. പൂച്ച മാന്തിയതിനെ തുടർന്ന് കറവൂർ സ്വദേശി ബിന്ദുജ 2 ദിവസം മുമ്പാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പൂച്ചയുടെ ചെറിയ നഖക്ഷതങ്ങൾ മാത്രമാണ് ശരീരത്തിലുണ്ടായിരുന്നത്. എന്നാൽ ചികിത്സ നൽകാതെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചെന്നും ബിന്ദുജ പരാതിപ്പെട്ടു. അന്നത്തെ ദിവസം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറിനെ നോക്കി പരിശോധിച്ചതിന് ശേഷം ആൻറ്റി റാബിക്സിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് ഡോസ് എടുക്കാനായിട്ട് പറഞ്ഞു. അരമണിക്കൂർ ടെസ്റ്റ് ഡോസിന് ശേഷം വീണ്ടും ഡോക്ടറിനെ സമീപിച്ചപ്പോൾ ഡോക്ടർ അപ്പോഴേ എനിക്ക് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാനുണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ എനിക്കൊരു കുഞ്ഞുണ്ട്, കുഞ്ഞിനെ ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ട്. അന്നത്തെ രാത്രിയിൽ നമുക്ക് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ അടുത്ത ദിവസത്തേന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഞാനും ഹസ്ബൻഡുമായി ലീവ് എടുത്തിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. ബിന്ദുജയും ഡോക്ടർക്കെതിരെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും DMOയ്ക്കും പരാതി നൽകി. ന്യൂസ് 18 പുനലൂർ. ക്യാൻസർ ശസ്ത്രക്രിയയിൽ റെക്കോർഡ് ഇടുകയാണ് എറണാകുളം ജനറൽ ആശുപത്രി. ഇതുവരെ 1700-ലധികം വൻകുടൽ ശസ്ത്രക്രിയകളാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പൂർത്തിയാക്കിയത്. ഇതിനു പുറമെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജില്ലാതല ആശുപത്രിയായി മാറാനുള്ള തയ്യാറെടുപ്പിലുമാണ് എറണാകുളം ജനറൽ ആശുപത്രി. ക്യാൻസർ സർജറിയിൽ റെക്കോർഡ് നേട്ടമാണ് എറണാകുളം ജനറൽ ആശുപത്രി കൈവരിച്ചത്. 1700-ലേറെ വൻകുടൽ ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയാണ് ഈ നേട്ടം. കീഹോൾ ആരംഭിച്ചതിനു ശേഷം 5000-ൽ പരം ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയകളാണ് ഇതുവരെ നടന്നത്. അത്യാധുനിക ചികിത്സാ സൌകര്യങ്ങളാണ് ആശുപത്രിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ആശുപത്രിയിലെ 17 സർജൻമാരുടെയും സ്റ്റാഫിന്റെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചതെന്ന് സൂപ്രണ്ട് ഡോക്ടർ R. ഷാഹിർ ഷാ പറഞ്ഞു. ക്യാൻസർ സർജറിയിൽ 1700 ഓങ്കോ സർജറി, അത് പ്രധാനമായിട്ടും കുടൽ സംബന്ധമായ ഓങ്കോ സർജറികൾ യാഥാർത്ഥ്യമാക്കി എന്നുള്ളതാണ്. ചെറിയ നേട്ടമല്ല, കാരണം അത് ഏറെ 1200ഓളം സർജറികൾ നമ്മുടെ മൈക്രോ സർജറിയാണ്, ലാപ്രോസ്കോപ്പിക് സർജറിയാണ്. അതിന്റെ ഉദ്ദേശം വെച്ചാൽ ഹോസ്പിറ്റൽ സ്റ്റേ കുറയും, പേഷ്യൻസ് ഒരുപാട് ദിവസം കിടക്കേണ്ടതില്ല. നമുക്കറിയാം എറണാകുളം ജില്ലയിലും സമീപ ജില്ലകളെയും ഏക ആശ്രയമാണ്, സാധാരണക്കാരുടെ ഏക ആശ്രയമാണ് എറണാകുളം ജില്ലാ ആശുപത്രി. ഇപ്പോൾ ധാരാളം പേഷ്യന്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് ലോഡ് വളരെ കൂടുതലാണ്, സംവിധാനങ്ങൾ പരിമിതമാണ്. ഒരു മെഡിക്കൽ കോളേജിന് തുല്യമായ പ്രവർത്തന മികവ് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ രാജ്യത്ത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കുന്ന ജില്ലാതല ആശുപത്രിയായി മാറാനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. എക്മോ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തു, സെൽ സേവർ, IABP മെഷീൻ, ഹാർട്ട് ലങ് മെഷീൻ ഒക്കെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇൻഫ്രാസ്ട്രക്ചർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് ICU, അതുപോലെ തന്നെ തിയേറ്റർ എല്ലാം സജ്ജമായി കഴിഞ്ഞു. ഇനി പേഷ്യൻസും ലിസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇനി വരുന്ന ബാക്കി തയ്യാറെടുപ്പുകളോട് ചെറിയ ചെറിയ ഒരുക്കങ്ങളുണ്ടാകും. അതൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ വരുന്ന വിഷു അനുബന്ധിച്ചുള്ള ആഴ്ചകളിൽ നമുക്ക് നടത്തിയെടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഒരു മാസം ബൈപ്പാസ് ഉൾപ്പെടെ 600 ശസ്ത്രക്രിയകൾ ആശുപത്രിയിൽ നടക്കുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളിലുമായി 3000 രോഗികൾ ചികിത്സയ്ക്കായി ദിനംപ്രതി എത്തുന്നുണ്ട്. 125 ഡോക്ടർമാരുള്ള ആശുപത്രിയിൽ 17 സർജൻമാരാണുള്ളത്. നിലവിൽ സർക്കാർ മേഖലയിൽ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള സംവിധാനങ്ങളുള്ളത്. അതിനു പുറമെയാണ് എറണാകുളം ജനറൽ ആശുപത്രി സജ്ജമാകുന്നത്. സർക്കാരിന്റെ മൃതസഞ്ജീവിനി പദ്ധതിയുമായി സഹകരിച്ചാണ് ഹൃദയമാറ്റിവെക്കലിനുള്ള നടപടികൾക്ക് തുടക്കമായത്. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് ചന്തേര റെയിൽവേ സ്റ്റേഷനിൽ വേറിട്ടൊരു പ്രതിഷേധം കണ്ടു. യാത്രക്കാരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അടിസ്ഥാന സൌകര്യമില്ലാത്തതിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ കുട ചൂടിയാണ് പ്രതിഷേധിച്ചത്.
റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കണമെന്നത് യാത്രക്കാരുടെ ദീർഘനാളായുള്ള ആവശ്യമായിരുന്നു. പീലിക്കോട്, കരിവെള്ളൂർ, പടന്ന ഗ്രാമപഞ്ചായത്തുകളിലുള്ളവരാണ് ചന്തേര റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നത്. നൂറുകണക്കിന് യാത്രക്കാർ വന്നുപോയിട്ടും അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ അധികൃതർ അലംഭാവം തുടരുകയാണ്. വെയിലും മഴയും ഏറ്റ് വേണം ട്രെയിൻ കാത്തു നിൽക്കാൻ. ഇതോടെയാണ് പ്രതിഷേധം. ഈ കൊടിയ വേനൽക്കാലത്ത് നമ്മൾ ഈ പടിഞ്ഞാറ് ഭാഗത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വണ്ടി കയറുമ്പോൾ ഈ ചൂട്, അസഹ്യമായ ചൂട് സഹിച്ചുകൊണ്ട് കുട പിടിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കേണ്ട അവസ്ഥ. നമുക്കിവിടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്നാൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർക്ക് ആവശ്യമായ വെയിറ്റിംഗ് ഷെൽട്ടർ സ്ഥാപിക്കുക എന്നുള്ളതാണ്. വെയിറ്റിംഗ് ഷെൽട്ടർ സ്ഥാപിക്കുന്ന നിരവധി തവണ നമ്മൾ എഴുത്തുകുത്തുകൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകുകയും അതോടൊപ്പം തന്നെ നമ്മൾ സ്വന്തമായി അല്ലെങ്കിൽ നമ്മൾ സ്പോൺസർ ചെയ്തെങ്കിൽ നമുക്ക് താൽക്കാലികമായി വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കാൻ ഒരു അപേക്ഷ പോലും നമ്മൾ സമർപ്പിച്ചു. അതിന് അനുകൂലമായ ഒരു മറുപടിയല്ല അധികാരികളുടെ ഭാഗത്ത് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൊടചൂടി സമരം, ഈ വെയിലിന് മഴയും തടുക്കാൻ വേണ്ടി കൊടചൂടിയിട്ട് നമ്മളെ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. സൗകര്യങ്ങൾക്ക് പുറമെ മറ്റ് ചില ആവശ്യങ്ങൾ കൂടി യാത്രക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. കോവിഡ് കാലത്തിന് മുൻപ് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന മംഗലാപുരം സെൻട്രൽ കോഴിക്കോട് എക്സ്പ്രസിന് സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കുക, റെയിൽവേ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുക, മംഗലാപുരം കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചറിന് സ്റ്റോപ്പ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങളും യാത്രക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനായുള്ള ഒപ്പുശേഖരണം യൂസേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. KT ശിവദാസൻ, CV ഷാജി, M വിജയൻ, VC റീന എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് 18 പീലിക്കോട്. തിരുവനന്തപുരം വർക്കല പാപനാശം കുന്നുകളിലെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ ലഹരി സംഘം പിടിമുറുക്കുന്നതായി പരാതി. വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഇവിടെ വന്നുപോകുന്നതായാണ് പ്രദേശവാസികൾ പറയുന്നത്. മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ആയിരക്കണക്കിന് സഞ്ചാരികൾ വന്നുപോകുന്ന പാപനാശം തീരം. ചിലക്കൂർ മുതൽ വെറ്റക്കട വരെ നീളുന്ന തീരത്ത് ആളൊഴിഞ്ഞ നിരവധി പ്രദേശങ്ങളുണ്ട്. ഇവിടെ കുറ്റിക്കാട് നിറഞ്ഞ പ്രദേശമാണ്. പലപ്പോഴും സഞ്ചാരികളും ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. എന്നാൽ ഇത്തരം പ്രദേശങ്ങളിൽ ലഹരി മാഫിയ തമ്പടിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വിദ്യാർത്ഥികളടക്കം ഏറെ നേരം ഇവിടെ ചെലവഴിക്കുന്നു. ഈ പൊന്തക്കാടുകളിൽ ഉച്ച സമയങ്ങളിൽ സ്കൂൾ യൂണിഫോമിൽ ഉൾപ്പെടെ പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുവരികയാണ്. ഈ വളരെ ചെറിയ പയ്യന്മാരും വളരെ ചെറിയ കുട്ടികളുമാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് ലഹരി വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്നതായിട്ട് നമുക്കിവിടെ നന്നായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഇതിനകത്ത് കയറിയ സിറിഞ്ച് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇത് യാതൊരു രീതിയിലുള്ള സുരക്ഷയും ഇവിടെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയോ ബന്ധപ്പെട്ട നമ്മുടെ ടൂറിസം വകുപ്പോ ഒന്നും ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ക്ലിഫുകളുടെ താഴ്വരത്താണ് കൈതക്കാടുകൾ നിറഞ്ഞിരിക്കുന്നത്. കൈതയോല കൊണ്ട് കൂടാരം പോലെയാണ് ഇവിടുത്തെ കാടുകൾ വളർന്നിരിക്കുന്നത്. ഇടുങ്ങിയ വഴികളിലൂടെ കാടിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ മതി. വിശാലമായ സ്ഥലമാണ്. ഇവിടെയാണ് സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നത്. മേഖലയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 വർക്കല. പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന ഒരു വാർത്ത, പൂജപ്പുര SIക്ക്, തിരുവനന്തപുരം പൂജപ്പുര സ്റ്റേഷനിലെ SIക്ക് ലഹരി സംഘത്തിനെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ കുത്തേറ്റു എന്നതാണ്. സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ശ്രീജിത്ത് ഉണ്ണി എന്ന ആളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് SIയുടെ കയ്യിൽ കുത്തേറ്റത്. പ്രാഥമിക ശുശ്രൂഷയ്ക്കൊക്കെ ശേഷം SI ആശുപത്രി വിട്ടു. അപ്പോഴും ലഹരി സംഘത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇങ്ങനെ പിടിമുറുക്കുന്ന കേരളത്തെ പറ്റിയാണ്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്നു കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്.
അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. നേരത്തെ പറഞ്ഞ വാർത്തയിലേക്ക് തന്നെ വിശദമായി. ലഹരി സംഘത്തെ പിടികൂടാനുള്ള പരിശോധനയ്ക്കിടെ SIക്ക് കുത്തേറ്റു. പൂജപ്പുര സ്റ്റേഷനിലെ SI സുധീഷിനാണ് ഇന്നലെ രാത്രി കുത്തേറ്റത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ ഉദ്യോഗസ്ഥന്റെ ആരോഗ്യനില തൃപ്തികരമാണോ? എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ രാത്രി 9:30യോടെയാണ് ലഹരി സംഘത്തെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള കോമ്പിങ് പൂജപ്പുര സ്റ്റേഷൻ SI സുധീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയത്. അതിനിടയിൽ കല്ലറമഠം ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ഈ പൂജപ്പുര സ്റ്റേഷനിലെ തന്നെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ശ്രീജിത്ത് ഉണ്ണിയെ പിടികൂടാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ അതിനിടയിൽ SI സുധീഷിന്റെ കയ്യിൽ കുത്തിയ ശേഷം ഈ ശ്രീജിത്ത് ഉണ്ണി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അദ്ദേഹത്തെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 5 സ്റ്റിച്ചുണ്ട്. പ്രാഥമിക ചികിത്സയ്ക്ക് പ്രാഥമികമായ പരിശോധനകളും ചികിത്സയും പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ആശുപത്രി വിട്ടുവെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ലഹരി സംഘത്തെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി പോലീസ് വ്യാപകമായ പരിശോധനയാണ് ഇപ്പോൾ നഗരത്തിലും അതോടൊപ്പം തന്നെ നഗരത്തിന്റെ അതിർത്തി മേഖലയിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നടന്ന പരിശോധനയ്ക്കിടയിലാണ് ഇന്നലെ രാത്രി 9:30യോടെ പൂജപ്പുര സ്റ്റേഷൻ SI സുധീഷിന് നേരെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ശ്രീജിത്ത് ഉണ്ണി എന്ന ഒരു ഗുണ്ടയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു പ്രകോപനപരമായ പെരുമാറ്റം ഉണ്ടായത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ 121, 109 വകുപ്പുകൾ ചുമത്തിയാണ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി SIയെ കൊലപ്പെടുത്താനുള്ള നീക്കം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ഈ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നു. ശരി, ഡാനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. പത്തനംതിട്ടയിൽ CPM ഏരിയ സെക്രട്ടറി വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ സ്ഥലം മാറ്റം ആവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർ. നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജാണ് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടത്. ജില്ലാ കളക്ടർക്ക് നൽകിയ അവധി അപേക്ഷയിലാണ് ആവശ്യം. ശശി നാരായണൻ വിവരങ്ങളുമായി. ശശി, ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്നു, പിന്നാലെ സ്ഥലം മാറ്റം ആവശ്യപ്പെടുന്നു. ഈ അവധി അപേക്ഷയിൽ എന്ത് കാരണമാണ് ഇദ്ദേഹം പറയുന്നത്? ശ്രീജ, കഴിഞ്ഞ ദിവസമാണ് ഈ കെട്ടിട നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നത്. പ്രധാനമായും വില്ലേജ് ഓഫീസർ CPM ഏരിയ സെക്രട്ടറി സഞ്ജുവിനെ ഫോണിൽ വിളിച്ചു. കെട്ടിട നികുതി അടയ്ക്കണമെന്ന് പറഞ്ഞു, കുടിശ്ശികയുള്ളതുകൊണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു. സഞ്ജു അത് പറയാനുള്ള നികുതി അടയ്ക്കാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അതൊരു വാക്കേറ്റത്തിലേക്ക് പോയും ആ ഫോൺ സന്ദേശം റെക്കോർഡ് ചെയ്ത് വില്ലേജ് ഓഫീസർ കളക്ടർക്ക് പരാതിയായി കൊടുക്കുകയും ചെയ്തു. അത് ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വില്ലേജ് ഓഫീസർ ഇത്തരത്തിലൊരു പരാതിയായി കളക്ടർക്ക് നൽകിയത്. എന്തായാലും സഞ്ജുവിനെ പ്രകോപിപ്പിച്ച് ഇത്തരത്തിൽ കോൾ റെക്കോർഡ് ചെയ്ത് പാർട്ടിക്ക് മോശമായ രീതിയിൽ പ്രചരിപ്പിക്കാൻ വില്ലേജ് ശ്രമിച്ചു എന്നൊരു പ്രചരണം പൊതുവെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ വില്ലേജ് പ്ലാൻ ചെയ്താണ് ഇത്തരത്തിൽ നികുതി കുടിശ്ശിക അടയ്ക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് മുൻകൂട്ടി തയ്യാറാക്കി റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന കോൾ റെക്കോർഡ് ചെയ്തതിനു ശേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നു എന്നുള്ള രീതിയിലാണ് ഇത് ഇന്നലെയൊക്കെ ഉണ്ടായത്. എന്തായാലും അത് സംബന്ധിച്ച് സഞ്ജു വ്യക്തമാക്കുകയും ചെയ്തു, നികുതി അടയ്ക്കുന്ന കാര്യത്തിൽ കൃത്യമായി നികുതി അടയ്ക്കും. അത് വിളിച്ച് പറയുന്ന രീതിയിൽ വില്ലേജ് മാന്യമായ രീതിയിലല്ല സംസാരിച്ചത്, പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ചില വാക്കേറ്റവും തർക്കവും ഫോണിൽ കൂടെ ഫോൺ സന്ദേശത്തിലൂടെ ഉണ്ടാകേണ്ടതായി വന്നു. പക്ഷേ താൻ ഉന്നയിച്ച ന്യായമായ കാര്യമാണെന്നാണ് ജില്ലാ ഏരിയ സെക്രട്ടറി സഞ്ജു വ്യക്തമാക്കിയത്. പക്ഷേ ഈ സംഭവത്തിന് പിന്നാലെ ഇന്നലെ വീണ്ടും പാർട്ടി പ്രവർത്തകർ ഈ വില്ലേജ് ഓഫീസറെ വിളിച്ച് ജോസഫ് ജോർജിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, ഫോൺ സന്ദേശത്തിലൂടെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി ഇപ്പോൾ കളക്ടർക്ക് നൽകിയിട്ടുള്ളത്. സ്ഥലം മാറ്റം വേണം, ഇവിടെ ജോലി ചെയ്യുന്നതിന് ഭയമുണ്ട്, പാർട്ടിക്കാർ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള രീതി കാണിച്ചുകൊണ്ടാണ് നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുള്ളത്. CPM ജില്ലാ സെക്രട്ടറി, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ശ്രീ രാജു എബ്രഹാം നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജു എബ്രഹാം, ഈ വിഷയം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ജില്ലാ കളക്ടർക്ക് നൽകിയ അവധി അപേക്ഷയിൽ നാരങ്ങാനം വില്ലേജ് ഓഫീസർ തന്നെ സ്ഥലം മാറ്റണം, ഈ സ്ഥലത്തിന് ജോലി ചെയ്യാൻ ഭയമാണ് എന്നാണ് പറയുന്നത്. CPM ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഞ്ജുവിനെ അദ്ദേഹം വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഒരു പൊതുപ്രവർത്തകനോട് എന്നുള്ള രൂപത്തിൽ മാത്രമല്ല, സാധാരണപ്പെട്ട ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് വില്ലേജ് ഓഫീസർ പ്രവർത്തിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വില്ലേജ് ഓഫീസർ കരമടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൃത്യമായിട്ട് ഞാൻ കരം അടച്ചോളാം എന്നാണ് ഏരിയ സെക്രട്ടറി ആദ്യം പറഞ്ഞത്. അതിനുശേഷം ഞാൻ അറിഞ്ഞത്
നിങ്ങളൊരു പൊതുപ്രവർത്തകനാണ്, നിങ്ങളൊക്കെ നാടിന് മാതൃകയാവേണ്ട ആളാണ് എന്ന് പറഞ്ഞ് സഞ്ജുവിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ആ ഓഡിയോ വില്ലേജ് ഓഫീസർ തന്നെ പുറത്തുവിട്ട ഓഡിയോ ആണ്. ആ ഓഡിയോ ഇത് പബ്ലിക് ഡൊമൈനിലുണ്ട്. അത് പൂർണ്ണമായി കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത്തരത്തിൽ ഒരു വില്ലേജ് ഓഫീസർ ഒരു വ്യക്തിയെ പ്രകോപിപ്പിച്ച് സംയമനം പാലിച്ച സഞ്ജു ഏറ്റവും നിവൃത്തിയില്ലാതെ അദ്ദേഹത്തോട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിലേക്ക് പറഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പിന്നീട് ഇന്നലെ പാർട്ടി പ്രവർത്തകർ വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞത് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇദ്ദേഹം നേരത്തെ നടത്തിയിട്ടുള്ള പല ഇടപാടുകളും ഇന്ന് ചില പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവരാരെങ്കിലും അങ്ങനെ പൂർവ്വവൈരാഗ്യം വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. ഈ ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ തെറ്റായ രീതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രകോപനം സൃഷ്ടിച്ച് ഉണ്ടാക്കിയ ഒരു സംഭാഷണമാണ് എന്ന നിലപാടിൽ തന്നെ പാർട്ടി ഉറച്ചു നിൽക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും വില്ലേജ് ഓഫീസറാണല്ലോ ഓഡിയോ പുറത്തുവിട്ടത്, റെക്കോർഡ് ചെയ്ത് ഓഡിയോ പുറത്തുവിട്ടു. ഞാൻ പറഞ്ഞല്ലോ, അത് പബ്ലിക് ഡൊമൈൻ ആണ്, എല്ലാവരുടെയും കയ്യിലുണ്ട്. അത് കേട്ടു നോക്കൂ ആരാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്ന്. എന്നിട്ട് അദ്ദേഹം എന്തിനാ ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുത്തിരിക്കുന്നത്? വളരെ നന്ദി ശ്രീ രാജു എബ്രഹാം പ്രതികരിച്ചതിന്. ഈ വിഷയത്തിൽ CPMന്റെ നിലപാട് ഇതാണ്. അതായത് ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടില്ല, പിന്നീട് ഭീഷണി ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ അത് പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നല്ല. ഈ ജോസഫ് ജോർജ് ഇപ്പോൾ സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർക്ക് അപേക്ഷ നൽകുന്ന സാഹചര്യം ഉണ്ടായത് ഈ ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ല, മറിച്ച് വില്ലേജ് ഓഫീസർ തന്നെ സൃഷ്ടിച്ച പ്രകോപനത്തിന്റെ ഭാഗമാണ്. ഇതാണ് ഈ വിഷയത്തിൽ CPMന്റെ നിലപാട്. കോതമംഗലം കോട്ടപ്പടി കൂവക്കണ്ടം ഭാഗത്ത് കാട്ടാന ശല്യം രൂക്ഷം. വ്യാഴാഴ്ച പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കോട്ടപ്പടി പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെടുന്ന കൂവക്കണ്ടം ഭാഗത്തിറങ്ങിയ കാട്ടാനക്കൂട്ടം മനോജ് എന്ന കർഷകന്റെ 200ഓളം വാഴ, 1 ഏക്കറോളം പൈനാപ്പിൾ, 500ഓളം ചക്ക, ഫെൻസിംഗ്, കയ്യാലകൾ എന്നിവ നശിപ്പിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകന് ഉണ്ടായത്. ആനശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും കൃഷിയുടമ മനോജ് ആവശ്യപ്പെട്ടു. എനിക്കിവിടെ കഴിഞ്ഞ ദിവസം ആന വന്ന് കയറിയിട്ട് ഒരു 600 വാഴ വെച്ചതിൽ ഒരു 200 വാഴയുടെ അടുത്ത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ 1 ഏക്കറോളം പൈനാപ്പിൾ ഇപ്പോൾ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് 2 വർഷത്തിന് മുകളിലായി. എനിക്ക് അത് കാരണം ഞാനത് കൊക്കോയും വാഴയും വെച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. പിന്നെ അതിനോട് ചേർന്നുള്ള പ്രദേശത്തെ പ്ലാവിൻ്റെ തോട്ടം പിടിപ്പിച്ചിട്ടുണ്ട്. ആ തോട്ടത്തിലെ കംപ്ലീറ്റ് ഒരു 500 ചക്കെങ്കിലും ഉണ്ടായിരുന്നു, അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ആനുപാതികമായ തുക നഷ്ടപരിഹാരമായി ലഭിക്കണമെന്ന കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, കോട്ടപ്പടി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ റോബിൻ പടിഞ്ഞാറക്കുറ്റ എന്നിവർ ആവശ്യപ്പെട്ടു. ഇതിൽ നമുക്ക് കാണുമ്പോൾ വലിയൊരു സങ്കടം തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പാരമ്പര്യമായിട്ട് തന്നെ ഇവരുടെ പറമ്പിലും പണിക്കാരുടെ കൂടെ തന്നെ 2 പേരും ഈ മനോജിൻ്റെ അച്ഛനും അമ്മയും സ്കൂൾ മാസ്റ്റർമാരാണ്. അവരും ഈ കുടിയിൽ നന്നായി പണിയെടുക്കുന്നവരാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ മനോജും ഫുൾ ടൈം ഇതിൽ എല്ലാവരും കൂടെ പണിക്കാരുടെ കൂടെ നിന്നുകൊണ്ട് പരിപാലിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ആ പ്രദേശത്ത് വലിയ രാത്രിയിലൊക്കെ എന്നെ വിളിച്ചിട്ട് വലിയ സങ്കടത്തോടു കൂടി പറയുന്നത് വലിയൊരു നഷ്ടമാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കണക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇപ്പോൾ ഫെൻസിങ് അടക്കം ചെയ്തിട്ടും ഇപ്പോൾ ആന മരം മറിച്ചിട്ടുകൊണ്ട് ഇതിലകത്ത് കയറി നശിപ്പിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത്. ഏത് സമയവും കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി അപ്പാടെ നശിപ്പിക്കുമോ എന്ന ആശങ്കയിലാണ് കോട്ടപ്പടി കൂവക്കണ്ടം പ്രദേശത്തെ കൃഷിക്കാർ. ന്യൂസ് 18 കോതമംഗലം. ഇനി കുട്ടി ക്രിക്കറ്റ് വിശേഷങ്ങൾ. IPL-ൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. ആദ്യ മത്സരത്തിൽ ജയിച്ചാണ് ഇരു ടീമുകളും നേർക്കുനേർ വരുന്നത്. രാത്രി 7:30-ക്ക് ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ വിജയിച്ചാണ് ഇരു ടീമും നേർക്കുനേർ വരുന്നത്. ഇന്ന് രാത്രി 7:30-ന് ചിദംബരം സ്റ്റേഡിയത്തിലാണ്
മത്സരം നടക്കുക. നമുക്ക് ചെന്നൈ നിരയിലേക്ക് നോക്കുമ്പോൾ ബാറ്റിംഗ് നിരയും ഒപ്പം തന്നെ ബൗളിംഗ് നിരയും ഭദ്രമാണ്. ബാറ്റിംഗ് നിരയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈക്കെതിരെ കൃത്യമായ രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ട് കളിക്കുന്ന ഒരു പ്രവണതയിലേക്ക് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് കടക്കുന്നത് കണ്ടു. ഒപ്പം തന്നെ രജിൻ രവീന്ദ്രയും കൃത്യമായ രീതിയിൽ അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് വിജയത്തിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്ത താരം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ബാറ്റ്സ്മാൻമാരിലേക്ക് വരുമ്പോൾ പ്രധാന താരം MS ധോണിയെ തന്നെയാണ് അവർ കണക്കാക്കപ്പെടുകയും ചെയ്യുന്നത്. ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രവും തല തന്നെയാണ്. തലയെ കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ മത്സരത്തിലും ആരാധകരുടെ ഒരു വലിയ പ്രവാഹം തന്നെ നമുക്ക് ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ കാണാൻ സാധിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഈ ബാംഗ്ലൂരിനെതിരായിട്ടുള്ള ഈ മത്സരത്തിലും ആരാധകരുടെ ഒരു വലിയ നിര തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈയെ പിടിച്ചുകെട്ടാൻ ഒരു താരതമ്യേന ഒരു ആവറേജ് സ്കോറിലേക്ക് ഒതുക്കാൻ സാധിച്ചത് ചെന്നൈയുടെ സ്പിൻ നിര തന്നെയാണ്. ആ സ്പിൻ നിര തന്നെ ഇത്തവണയും ഇറക്കിക്കൊണ്ടായിരിക്കും ചെന്നൈ ഒരു തന്ത്രം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് മുന്നിലേക്ക് വെക്കുക. അത് വിജയം കാണാനായാൽ തുടർച്ചയായ 2ാം വിജയം സ്വന്തമാക്കിക്കൊണ്ട് പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്താൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കുകയും ചെയ്യും. അതേസമയം നമ്മൾ ബാംഗ്ലൂർ നിരയിലേക്ക് വരുമ്പോൾ ബാംഗ്ലൂരിൽ ബൗളിംഗ് നിരയെ സംബന്ധിച്ച് ചില ആശങ്കകളുണ്ട് എങ്കിൽ പോലും തന്നെ ബാറ്റിംഗ് നിര ഭദ്രമാണ്. കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്തക്കെതിരെ ഫിലിപ്പ് സാൾട്ടും ഒപ്പം തന്നെ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള വിരാട് കോഹ്ലിയും കൃത്യമായ രീതിയിൽ അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് വിജയത്തിലേക്ക് ബാറ്റ് ചെയ്തത് നമ്മൾ കാണുകയും ചെയ്തതാണ്. വലിയൊരു മികച്ച മാർജിനുള്ള വിജയം സ്വന്തമാക്കാൻ ആദ്യ മത്സരത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് സാധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അവർ ബൗളിംഗ് നിരയിലും കൃത്യമായ രീതിയിൽ പന്തെറിയാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നെങ്കിൽ പോലും തന്നെ ഒരു ചെറിയ വെല്ലുവിളി അല്ലെങ്കിൽ ചെറിയ ആശങ്ക ആ ഒരു മേഖലയിൽ ബാംഗ്ലൂരിനെ സംബന്ധിച്ചുണ്ട്. ഇരുവരും തമ്മിൽ, അതായത് ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഇതിനു മുമ്പ് ഈ 18 സീസണായി ഏകദേശം 33 മത്സരങ്ങളോളം നേർക്കുനേർ വന്നിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ വിജയം ഒപ്പം നിന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പമായിരുന്നു. 22 തവണ ചെന്നൈ വിജയിച്ചു കയറിയപ്പോൾ 11 തവണ മാത്രമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വിജയിക്കാൻ സാധിക്കുകയും ചെയ്ത്. എന്തായാലും കണക്കുകളൊന്നുമല്ല IPL സംബന്ധിച്ച് നിർണായകമാകാൻ പോകുന്നത് താരങ്ങളുടെ പ്രകടനം തന്നെയാണ്. ഒപ്പം തന്നെ ഒട്ടനവധി പുതുമുഖ താരങ്ങളും ഇരു ടീമിൻ്റെയും ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഒരു പ്രകടനം കാഴ്ചവെച്ച് തന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിൻ്റെ ഒരു ഭാഗം അറിയാൻ പോവുക. എന്തായാലും ഒരു ശക്തമായ പോരാട്ടം കാണാൻ സാധിക്കും. വലിയൊരു മികച്ച സ്കോർ ഇത്തവണ ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ പിറക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ആ കളിയുടെ വിവരങ്ങൾ അപ്പോൾ വൈകിട്ട് അറിയാം. പക്ഷേ ഈ മണിക്കൂറിൽ അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ്. പ്രത്യേകിച്ച് എമ്പുരാൻ വലിയ വിവാദമാവുകയാണ്. സോഷ്യൽ മീഡിയയിൽ ചേരിതിരിഞ്ഞ് അടിയാണ്. എമ്പുരാൻ ചോർന്നത് എങ്ങനെയെന്ന ചോദ്യം മറുവശത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വിശദമായ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ന്യൂസ് ട്രെൻഡ്സിൽ അപർണ കുറുപ്പ് ചേരും. രാവിലെ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും വാർത്തകളും വിശേഷങ്ങളുമായി രാവിലെ നാളെ.